ഒരു ദിവസം ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി ഒരിടത്ത് കുഴിയെടുത്തപ്പോൾ ഒരു എല്ല് കിട്ടി. അത് മനുഷ്യൻ്റെ ആണോ മൃഗങ്ങളുടെ ആണോ എന്ന് അറിയാൻ വയ്യ. ഈ എല്ല് കിട്ടിയ ആളെ അലറി വിളിച്ചു. കാരണം എല്ല് കണ്ട ഉടനെ തന്നെ ഒരാളാരോ പുറകിൽ നിന്ന് ഈ കുഴിയിലേക്ക് ഇയാളെ പിടിച്ച് തള്ളിയെന്നാണ്. രാത്രിയാവുമ്പോൾ, ചൊവ്വാഴ്ച വെള്ളിയാഴ്ചയാണ്, രാത്രിയാവുമ്പോൾ വാതിൽ ഇങ്ങനെ തട്ടും. ഒരു വാതിൽ തുറന്നു നോക്കുമ്പോൾ ആരുമില്ല. വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് അമ്പില് ഉള്ള കല്ലില് കാലില്ലാത്ത ഒരാളത് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ എൻ്റെ അടുത്ത് അഭിനയം കാണിച്ചത്, സ്വാമി ഞാൻ ഇങ്ങനെയാണ് ഇരിക്കണം, ഇങ്ങനെയാണ് ഇരിക്കണം. അപ്പൊ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. കുറച്ചു നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് ആരാന്ന് ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചു. അദ്ദേഹം എഴുന്നേറ്റ് ആ ഒറ്റ കാലിൽ നടന്നുപോയി. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഈ മരത്തിൽ ദ്വാരമിട്ടിട്ട് ഒരു പൂട്ട് കൊണ്ട് പൂട്ടിയേക്ക്. ആ മരത്തിൻ്റെ നടുക്കൂടെ ഈ ചങ്ങല കയറ്റിയിട്ട് ഒരു പൂട്ട്, ആ പൂട്ട് നമ്മൾ കാണണം. ഒരു സാധാരണ ഒരാൾ ആ പൂട്ട് ഉണ്ടാക്കാൻ തന്നെ 1 വർഷം എടുത്ത് കാണും. ആ പൂട്ടിനകത്ത് ബന്ധനമുണ്ട്. ബന്ധനം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ട് അതിനെ ആ ക്രോസ്, ആരും തുറക്കാതിരിക്കാനോ പൊട്ടിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ക്രോസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ 2 പിള്ളേരവിടെ പോയി ചെയ്തു. അതുപോലെ ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അവരുടെ ബിസിനസ്സൊക്കെ നശിച്ചു പോയി എന്ന് കേട്ട് അവരെന്നെ വിളിച്ചു. ഞാൻ പോയില്ല, എന്നാൽ എനിക്ക് ഈ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് മിണ്ടാനും പോയില്ല. അതൊരു അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഞാൻ പറഞ്ഞു, താങ്കൾക്ക് ഈ സ്ഥലം മേടിച്ചതിന് ശേഷം താങ്കളുടെ വീട്ടിലാർക്കെങ്കിലും ക്യാൻസർ ബാധ വന്നിട്ടുണ്ടോ? എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ബാധ. എല്ലാ കുട്ടികളും 4-5 കുട്ടികളുണ്ട് പുള്ളിക്ക്. എല്ലാം വിദേശത്തു നിന്ന് തിരിച്ചു വന്നു. സാമ്പത്തികമായിട്ട് ഇവിടെ നിൽക്കുന്ന ജോലിക്കാർക്ക് ഓരോരുത്തർ രോഗബാധിതരായിട്ട് അവിടെ നിന്ന് പോയി. ആരുമില്ല. എത്ര പൈസ കൊടുക്കും? സാറേ നമ്മൾ ഇല്ല പണിക്കെന്ന് പറഞ്ഞു പോയി. ആർക്കും അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. രാത്രിയാകുമ്പോൾ ഒരു ഒറ്റക്കാലൻ, അയാൾ നാടി നടക്കണമെന്ന് ഞാൻ പറയുന്നത്, ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന പറയുന്നത്. അതിൽ ആ കണ്ണനെന്നോ കണ്ണപ്പനെന്നോ ഒരു പേരുണ്ടായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ എനിക്ക് പേടിയില്ലാത്ത ആളാണ്, പക്ഷെ ഞാൻ ഒറ്റക്കാലിൽ ഒരുത്തൻ ഇങ്ങനെ തീകോളം പോലെ തിരിയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത്, ഈ നായുമായിട്ട് ഓടുന്നത് ഒറ്റക്കാലം കൊണ്ട്. സാറേ എൻ്റെ കണ്ണുകൊണ്ട് സ്വാമി ഞാൻ കണ്ടതാണ്. എന്തുകൊണ്ട് സ്വാമി? ഞാൻ അങ്ങോട്ട് ഓടും, ഈ മരത്തിൽ ചെന്ന് ഇടിക്കും. ഈ പൂട്ടിയേക്കണ മരത്തില്ലേ, ഇത് കാണുന്നതാണ്. ഞാൻ കാണുന്ന ദിവസം ഏതാണ് നോക്കുമ്പം അവിടുത്തെ അമാവാസിയാണ്. അമാവാസി ദിവസങ്ങളിൽ ഒരൊറ്റക്കാലൻ ഈ നായുമായിട്ട് പോയി ഈ മരത്തിലിടിക്കും. ഈ മരം നശിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പിന്നീടൊരു കഥയുണ്ടാവും, ഇതറിയാവുന്ന ആരുണ്ടെന്നൊന്ന് അന്വേഷിക്കണം. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെ കേൾക്കുമെന്ന് തോന്നുന്നു. പറഞ്ഞു, ഇവരെല്ലാം നല്ലവണ്ണം മദ്യപിച്ചിട്ട് കിടക്കുകയാണ്. സ്വാമി ഇതെങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇതെൻ്റെ എല്ലാ ഫണ്ടും കൂടെ ഞാൻ ഇവിടെ കൊണ്ട് ഇറക്കിയേക്കണം, എനിക്ക് യാതൊരു നിവൃത്തിയില്ല. ഈ സ്ഥലം എങ്ങനെയെങ്കിലും വിറ്റ് പോകണം. ഞാൻ ചോദിച്ചു, ഒരു കാര്യം നമുക്കൊരു ഉദ്ദേശം ചെയ്യാം, നമുക്കൊരു സ്ത്രീയെ ഇവിടെ കൊണ്ടുവരണം, പറ്റുമോ? എൻ്റെ ഭാര്യയ്ക്ക് വയ്യല്ലോ സാറേ, അവിടെ ഫസ്റ്റ് സ്റ്റേജാണ്, കുഴപ്പമില്ല. പിന്നെ ആരെ നമുക്കിവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റും? ആരെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇതൊന്നും പറയണ്ട, പക്ഷെ നിങ്ങൾ വളരെ കെയർഫുള്ളായിരിക്കണം. ഇവിടുത്തെ പണി ചെയ്യാനായിട്ട് വല്ല ദമ്പതിമാരെ കിട്ടുമെന്ന് പരസ്യം വേണം. ഇന്ന സ്ഥലത്ത് കൃഷി കാര്യങ്ങൾ നോക്കാനായിട്ട് വേറെ കുട്ടികളോ ബാധ്യതകളില്ലാത്തൊരു ദമ്പതിമാരെ ആവശ്യമുണ്ടോ, നിങ്ങളൊരു പരസ്യം കൊടുക്കുക. ഇവിടെ സ്ത്രീ വരണം, ഈ സ്ത്രീ വന്നാലേ നമുക്കിത് കണ്ടെത്താൻ പറ്റുള്ളൂ. ആ സ്ത്രീ കാണുന്ന കാഴ്ചകളുണ്ടാവും, നോക്കിക്കോളാൻ പറഞ്ഞു. അയാൾ അവസാനം എൻ്റെ കാലിത്തോട്ട് പോയി ഇതിൻ്റെ പറഞ്ഞപ്പോൾ, സ്വാമി ഞാൻ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മളെ ഇത് ക്രെഡിറ്റ് പറയുന്നതല്ല, ഇവിടെ നമ്മളെ ഇത് ദൈവവിശ്വാസങ്ങളോ അന്ധവിശ്വാസം വളർന്ന ചാനലാണെന്നും ഇത് പറയുന്ന സ്വാമി ഇതൊക്കെ ഇരുന്ന ആൾക്കാരെ ഇതാണെന്നും പറഞ്ഞ് കുറേ വീഡിയോ വരണമുണ്ടെന്ന് കേട്ട് ഞാൻ വായിക്കാറില്ല. അപ്പോൾ ഇതൊക്കെ ഇവരൊക്കെ എൻ്റെ മുമ്പിൽ ഒരു ദിവസം വന്നിങ്ങോട്ടിരുന്ന് എൻ്റെ ഫലം പറയാൻ പറഞ്ഞാൽ അവൻ്റെ 10 തലമുറ മുമ്പുള്ള കാര്യം കൊണ്ട് പറഞ്ഞു കൊടുക്കുക ഒരു മടിയില്ലാത്ത ആളാണ്. ഇതിനിടെ പറയാതെ പോയാൽ ഇത് അന്ധതയാണെന്ന് പറയും നമ്മുടെ ആൾക്കാരുടെ അടുത്ത്. എന്തായാലും ഒരു സ്ത്രീകളെ ഒരു ഭാര്യയും ഭർത്താവിനെയും കൂടെ കിട്ടി. ഇയാൾ വന്നപ്പോൾ തന്നെ അവരൊരു ഹനുമാൻ സ്വാമിയുടെ പടം എടുത്ത് തുടങ്ങി. ഹനുമാൻ സ്വാമിയുടെ പടം വെച്ച് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ഹനുമാൻ ഭക്തനാണ്, പറയുമ്പോൾ ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഹനുമാൻ സ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം. ഭാര്യ ബൈബിളും വായിക്കും. ഞാൻ പറഞ്ഞു, ഇവർ വളരെ വ്യത്യസ്തരാണെന്ന് തോന്നുന്നില്ല. ഒരാൾ ഹനുമാൻ സ്വാമിയെ സേവിക്കുന്നു, മറ്റേ ആൾ ബൈബിളും വായിക്കണം, പ്രാർത്ഥനയാണ്. എന്തായാലും ഇവരിവിടെ ജീവിച്ചോട്ടെ എന്ന് ശ്രദ്ധിച്ചോണം, അവർക്കൊന്നും ഉണ്ടാവാതിരിക്കുകയാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രശ്നവുമില്ല. പിന്നീട് ഒരു പ്രശ്നവുമില്ല.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇദ്ദേഹം എന്നെ വിളിക്കും. ഞാൻ പറഞ്ഞു എന്തായാലും അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം. ആ സ്വാമി ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്, അവരുടെ തന്നെ കുറച്ച് ബന്ധുക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്, അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി ഒരിടത്ത് കുഴിയെടുത്തപ്പം ഒരു എല്ല് കിട്ടി, അത് മനുഷ്യൻ്റെ ആണോ മൃഗങ്ങളുടെ ആണോ എന്ന് അറിയാൻ വയ്യ. ഈ എല്ല് കിട്ടിയ ആളെ അലറി വിളിച്ചു. കാരണം എല്ല് കണ്ട ഉടനെ തന്നെ ഒരാളാരോ പുറകിൽ നിന്ന് ഈ കുഴിയിലേക്ക് ഇയാളെ പിടിച്ച് തള്ളി എന്നാണ് പറയുന്നത്. എനിക്ക് പേടിയായി. എനിക്കാണെങ്കിൽ ഇവിടുന്ന് യാത്ര ചെയ്ത് അവിടെ എത്താനായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ആരുടെടുത്തും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്കിതാ ഇന്ന സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു. ടീച്ചറിനെ വീട്ടിൽ നിർത്തിയിട്ട് ഞാൻ പോയി. നമ്മളെ ഞെട്ടിപ്പിക്കൊണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഇവർ പറയുന്ന കഥ കേൾക്കുകയാണ്. രാത്രിയാവുമ്പോൾ, ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയാണ്, രാത്രിയാവുമ്പോൾ വാതിലിങ്ങനെ തട്ടും. ഒരു വാതിൽ തുറന്നു നോക്കുമ്പോൾ ആരുമില്ല. ഒരാൾ ഒരു കാലില്ലാതെ അവർ പറയാണ്, ഒരു കല്ല് കിടപ്പുണ്ട് അതിൻ്റെ മുമ്പിൽ. ഈ കല്ലിൽ അവർ നേരെ കാണുകയാണ്. ഈ സ്ത്രീയാണ്, പുരുഷൻ കാണില്ല. അതായത് ഈ ബൈബിൾ വായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മ കാണുന്നതാണ്. അവർ വാതിൽ തുറന്ന് ഇദ്ദേഹം കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഇതാര് രാത്രി തട്ടണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു ഭയവുമില്ല. അവർ ബൈബിളൊക്കെ വായിച്ചിട്ട് കിടക്കുന്നതാണ്. ഒരു വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ആ മുമ്പിൽ ഉള്ള കല്ലിൽ കാലില്ലാത്തവരുള്ളൊരു നായി അടുത്തിരിപ്പുണ്ട്. ആ നായി ഇങ്ങനെ നാവ് നീട്ടി കിതയ്ക്കുന്നുണ്ട്. ഈ കാലില്ലാത്ത ഒരാളത് ഇങ്ങനെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ എൻ്റെ അടുത്ത് അഭിനയം കാണിച്ചത്, സ്വാമി ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇരിക്കണം, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് ആരാന്ന് ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചു. അദ്ദേഹം എഴുന്നേറ്റ് ആ ഒറ്റ കാലിൽ നടന്നുപോയി. ഒരാൾ ഒറ്റ കാലിൽ എങ്ങനെ നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. നമുക്ക് 2 കാലുണ്ടായിട്ട് പറ്റുന്നില്ല. ഒറ്റ കാലിൽ ഇങ്ങനെ ചാടി അങ്ങ് പോയി. ഈ നായി കുറേ കഴിഞ്ഞപ്പോൾ ഇവരുടെ പറയും ഇത് ഈ സ്ത്രീ കണ്ടതാണെന്ന് പറഞ്ഞു. പിന്നെ വേറെ എന്തൊക്കെ കാണും, പിന്നെ ഒന്നും കുറേ ദിവസത്തേക്കില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു സ്വാമി ഇതെങ്ങനെയെങ്കിലും വിൽക്കണം. അപ്പം നിങ്ങൾക്ക് ഇവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഇത് അത് കണ്ടെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇത് ഇവിടെ ആരെയെങ്കിലും ഏതോ ഗൗഡായിട്ട് കയ്യിൽ നിന്ന് മേടിച്ചതാണ്. ഇവിടെ ആരെങ്കിലും ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും കാരണം പ്രമാണമൊക്കെ എടുക്കും. വേറെ ഭാഷയാണ്, ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്താൽ ഞാൻ എന്തെന്ന് വെച്ചാൽ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി. പിന്നെ ഈ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. ഈ അതിലെ കുഴിക്കകത്ത് വീണ അയാൾ പേടിച്ചു, അയാൾ ജോലി മതിയാക്കിപ്പോയി. വളരെ ബുദ്ധിമുട്ടി. ഇതിൻ്റെ 2-3 തലമുറ മുമ്പുള്ള, അവിടെയൊക്കെ അത്രയും വേണ്ട, ഒരു തലമുറയുടെ മുമ്പുള്ള പ്രമാണമേ കാണുള്ളൂ. എന്തോ സംഘടിപ്പിച്ചെടുക്കുമ്പോൾ കിട്ടാവുന്ന വായിച്ച മലയാളവും ആ ഭാഷ അറിയാവുന്ന ഒരാളെ കൊണ്ട് പറയുമ്പോൾ ഒന്ന് കണ്ടെന്ന കാഴ്ച. ഇതൊരു വലിയ ജന്മിയുടെ ഭൂ ഉടമയുടെ സ്ഥലമായിരുന്നു. ഈ ഭൂമി ഉടമയുടെ സ്ഥലമായിരുന്നിട്ട് അവിടെ ജോലിക്ക് വന്ന ഒരു പെൺകുട്ടിയെ കിരാതമായി നശിപ്പിച്ചു. ആ ജന്മിയുടെ ഒരു മകൻ നശിപ്പിച്ചിട്ട് ഇവൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ മരം കൊത്തിയെടുത്ത് ഈ മരം കുത്തിച്ച് എന്നിട്ട് ഈ ബോഡി അതിനകത്തോട്ട് കയറ്റി. നമ്മളൊന്ന് ആലോചിക്കണം, ഇതിന് സാധാരണ ശില്പികളിൽ ഇത് കൊണ്ട് ഉണ്ടാക്കുന്ന മരത്തിൻ്റെ പോലെ ചെയ്തു വയ്ക്കുന്നത്, അത് വെച്ച് ഇതിനെ പ്ലാസ്റ്റർ ചെയ്തോളാം. ലോകത്തൊരാൾക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. മനസ്സിലായിരുന്നോ? മരം കട്ട് ചെയ്തിട്ട് ഈ ബോഡി മരത്തിനകത്ത് കയറ്റി ആ കട്ട് ചെയ്ത പലക വെച്ചിട്ട് അതിനെ മറ്റേത് വെച്ച് ഒട്ടിച്ച് കളഞ്ഞു. കംപ്ലീറ്റ് കണ്ടുപിടിക്കാനേ പറ്റില്ല. രാത്രികളിൽ ഈ പെണ്ണിൻ്റെ അച്ഛൻ ഇവിടുത്തെ വാച്ചറായിരുന്നു ഈ സ്ഥലത്തെ കാവൽക്കാരൻ. ഈ കാലില്ല എന്ന് പറയുന്ന ആളെ അയാൾ രാത്രി അവിടെ ഒരു നായ ഉണ്ടായിരുന്നു, ഒരു വളർത്തുന്നത്. അതിന് തീറ്റി കൊടുക്കുന്ന ഇദ്ദേഹമായിരുന്നു. ഈ അവിടുത്തെ വാച്ചർ, അതിൻ്റെ മകളായിരുന്നു ഈ പയ്യൻ, ഈ പെൺകുട്ടി. അയാൾ ഈ കാല് കൊണ്ട് ആ ജമീന്ദാരുടെ മകനെ ചവിട്ടി കൊന്നു എന്നാണ് പറയുന്നത്. ആ ചവിട്ടിയ കാലങ്ങ് വെട്ടിക്കളഞ്ഞു. മറ്റേ ആൾ കാല് വെട്ടിയിട്ട് ഇയാളെ പിടിച്ചു വെച്ചിട്ട് അയാളുടെ കാല് മുമ്പിലിട്ട് തീ കൊളുത്തി. ആ കാലിനെ വെട്ടിയെടുത്ത് അയാളെ ഇങ്ങനെ ഇരുത്തിയിട്ട് ആ കാല് അയാളുടെ മുമ്പിലിട്ട് കത്തിച്ച് ആ കാലിനെ പീഡിപ്പിച്ചു. ഈ നായ് അവരുടെ നായാണ്. ഈ നായ മറ്റവിടെ നേരെ എടുത്തു ചാടി അതിനെ അയാൾ വെടിവെച്ച് കൊന്നു. ഇത് റിയൽ കഥയാണ് ഈ സംഭവം പറയുന്നത്. എന്നിട്ട് ഈ കുടുംബം മുഴുവൻ നശിപ്പിച്ചു. ഇയാൾ രക്തം വാർന്നൊലിച്ച് മരിച്ചു. അപ്പോൾ ഈ പണവും സ്വാധീനം ഉണ്ടായിരുന്നുകൊണ്ട് അവരെ ഒന്നും ചെയ്യില്ല, കുഴിച്ചിട്ടാൽ പോലും ആരും അറിയില്ല. പക്ഷെ പെണ്ണ് ശക്തിയായി, മരത്തിനകത്തുള്ള പെണ്ണ് ആ കുലം മുഴുവൻ നശിപ്പിച്ചു. ആ പയ്യൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു എന്നാണ് പറയണത്. പയ്യനെ ചിതറിപ്പോയി എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ കൂടുതൽ അന്വേഷണം പറഞ്ഞു, രാത്രി ഇവൻ ബൈക്ക് ഓടിച്ച് വരുമ്പം ഒറ്റക്കാലും നായുമായിട്ട് ഒരെണ്ണം റോഡിൽ നിൽക്കുന്നു, അയാളിൽ പോയി ഇടിച്ചു എന്നാണ്. ഒന്ന് ആലോചിക്കണം,
ഒരു കാല് നമ്മൾ ആലോചിച്ച് സിനിമയിൽ കാണുന്ന പോലെയാണ്, ഒരു കാലും നായുമായിട്ട് റോഡിൻ്റെ നടുക്ക് നിൽക്കുന്നത്. ഈ പയ്യൻ പോയിട്ട് അന്നത്തെ കാലത്ത് എത്രയോ ലക്ഷം വിലയുള്ള ബൈക്കാണ് കൊണ്ടുപോയി ഇടിച്ച്. അവൻ്റെ കല്യാണമായിരുന്നു. അവൻ്റെ കല്യാണം തീരുമാനിച്ച് എത്രയോ ദിവസമാവുന്നു അവൻ്റെ വിവാഹമാണ്. ആ വിവാഹത്തിൻ്റെ തലേ ദിവസം വിവാഹമായിട്ട് ബന്ധപ്പെട്ടോ, തലേന്നെന്ന് പറയുന്ന ആ വിവാഹം എൻഗേജ്മെൻറ്റ് നടക്കുന്നതിൻ്റെ ആ സമയത്താണ് തീർത്തു. ഈ പെണ്ണ് ഭീകരമായി ആ കുലം എല്ലാം ആ വംശമില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരുപാട് പേര് ഈ കാസർഗോഡ് അങ്ങോട്ടുള്ള പലരും ആ സ്ഥലങ്ങൾ മേടിച്ച് വന്ന് ഈ സർവനാശം സംഭവിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയുടെ പ്രേതത്തിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങൾ അറിഞ്ഞപ്പോൾ പറഞ്ഞു ഇതിനി പുറത്തെടുക്കാൻ പറ്റില്ല, ഇതിനെ ചങ്ങലയിൽ ബന്ധിക്കണമെന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രയുടെ ഉള്ളിൽ മന്ത്രവാദി കുടുംബമുണ്ട്. ആ മന്ത്രവാദി കുടുംബത്തിൽ ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഒരു പയ്യനെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്ന് ഈ കഥ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ കേരളത്തിലെ ഇന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആരും പോകാൻ തയ്യാറായില്ല. പക്ഷേ നമ്മുടെ വയനാട്ടിലുള്ള ഒരു ആദിവാസി യുവാവ്, തന്ത്രം പഠിച്ച യുവാവ് അവിടെ പോയി അതിനെ ചങ്ങലയിൽ ബന്ധിച്ചിട്ടു. ആ പൂട്ടാണ് അവിടെ കിടക്കുന്നത്. മലയാളിയാണ്. മലയാളി പോയിട്ട് വയനാട്ടിലുള്ള അദ്ദേഹം പയ്യനെ അന്വേഷിച്ചു, പക്ഷേ എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ധൈര്യപൂർവ്വം അവിടെ പോയി ചങ്ങല തുരന്ന് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി അതിനകത്താക്കിയിട്ട് ഇങ്ങനെ ചങ്ങല കെട്ടി പൂട്ടി താക്കോലെടുത്തു. എന്നിട്ട് ആ പൂട്ടി താക്കോൽ പുള്ളി കൊണ്ടുപോയി. ഇതെല്ലാം നമ്മൾ ചെയ്താലും ഈ ഒറ്റക്കാലിനും ഈ നായും ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെ സംഭവിച്ചു. ഇത് തലമുറകൾ കഴിയുമ്പോൾ ആ മരം, അതാണ് അതിനകത്ത് ഏറ്റവും വലിയ, ആ മരത്തിൽ വിടുന്ന, ഞാൻ ചോദിച്ചു ഈ പൂക്കൾ പൂത്തിട്ടേ ഇല്ല, പിന്നെ മരത്തിനൊരു കുഴപ്പമില്ല. ഇത് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കൂ? പിന്നെന്താ ചെയ്തേ? ഇപ്പോഴത് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇപ്പോൾ ഇത് ആർക്കും വാങ്ങിക്കാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇവിടെ ഈ ആവാഹനവും പൂജ എന്നൊക്കെ പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക്, പ്രേത വിഷയങ്ങൾക്കകത്ത് എന്നെ ഡെയിലി വിളിക്കുന്ന ആൾക്കാരുടെ സ്വാമി ഞാൻ പറഞ്ഞ കൊച്ചിനെ കൊണ്ട് വല്ല ആശുപത്രിയിലും കാണിക്കാൻ പറയും. പക്ഷേ ഇതുപോലുള്ള സബ്ജക്റ്റ് ഞാൻ അതിൻ്റെ ഒരു കണ്ടൻറ്റ് ഇപ്പോൾ ഞാൻ തമിഴ് സിനിമയിൽ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാവുമല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ബിസിനസ്, പിന്നെ എന്നെ ഇപ്പോൾ വിളിക്കാറില്ല. പക്ഷേ എൻ്റെ അളവിൽ അവിടെ രക്ഷയൊന്നുമില്ല. അവിടെ കായ്ഫലികൾ വരുമല്ലോ, നെഗറ്റീവ് എനർജി. ഒരു പെണ്ണിൻ്റെ പ്രതികാരം, ഒരു പെണ്ണിനെ കൊന്ന് അവളെ നശിപ്പിച്ച് അവൻ്റെ ബുദ്ധി നോക്കണം. അവൻ മെഡിക്കൽ സ്റ്റുഡൻറ്റും കണ്ടാണ് അവൻ ആ മരം അതുപോലെ തുരന്ന് അതിനകത്ത് കയറ്റി. എന്നാലും ആ ചെയ്തു കൊടുത്തവൻ, അതിനകത്ത് പിന്നെ വേറെ സംഭവം ഉണ്ട്. ഇത് ചെയ്തു കൊടുത്തവനുണ്ട്, ഈ ഒരു പയ്യൻ ഈ മരം റെഡിയാക്കി കൊടുത്തവൻ, അവൻ 7 ദിവസം കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തു, തൂങ്ങിയിരുന്നു മരത്തിൽ. എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു വിവരമില്ല. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ, ഇത് കഥയല്ലല്ലോ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന സബ്ജക്റ്റുകൾ അതിന് ഞാൻ അഡമൻ്റായിട്ടാണ് പറയുന്നത്. ഇതാണ് ഇനി നിൻ്റെ വീട്ടിലൊരെണ്ണം ഉണ്ടാ, ഈ ഇല്ലയെന്ന് പറയുന്നു, എൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാ, നമ്മളെ വിളിക്കും, അവിടെ കൊണ്ടുപോയി നമ്മളെ പറഞ്ഞു തരാം. ഒരു മടിയില്ല. ഇത് എന്തെങ്കിലും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നതല്ലല്ലോ. നമ്മൾ വളരെ ശക്തമായിട്ടല്ലേ പറയുന്നത്. പ്രേതബാധയുണ്ട്. എന്നെ മഹാരാഷ്ട്രയിലൊരു മന്ത്രിക്ക് ഒരു വലിയ പ്രശ്നമുണ്ടായി. എന്നെ കൊണ്ടുപോയി ആ സ്ഥലത്ത്, ഞാൻ മന്ത്രിയുടെ പേര് പറയുന്നില്ല, സ്ഥലം കയറി ഉടനെ ഞാൻ പറയുന്നത് അമ്മാളു എന്ന് പറഞ്ഞ സ്ത്രീയുടെ ശവശരീരമുണ്ട് രാത്രി അവർ ഈ കിണറിൻ്റെ തിട്ടയിലിരിക്കുന്നത്. എടുപ്പിച്ചപ്പം അമ്മാളു എന്ന് പറഞ്ഞ പണ്ട് ജോലിക്കാരിയായിരുന്നൊരു സ്ത്രീ ഈ കിണറിനകത്ത് ചാടി മരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഇപ്പോഴും നിലവിലുള്ള സ്ഥലമാണ്. അതിനെ ഞാൻ ബന്ധിച്ചു. ഇത് ഇല്ലാത്ത കഥയല്ലല്ലോ, ഇതൊക്കെ ഉള്ളതാണ്. എല്ലാ കൂടെ നിൽക്കുന്നവർക്കെല്ലാം ഈ സംഭവങ്ങൾ അറിയാം. മഹാരാഷ്ട്രയിലെ ഏത് മന്ത്രിയാണ്, ഏത് മന്ദിരമാണ്, ഞാൻ അവിടെ എങ്ങനെയാണ് പോയത്, അവിടെ ഇങ്ങനെയൊക്കെ ചെയ്തത്. അന്ന് ഒരു ഹിന്ദി പത്രത്തിൽ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ബസ്സിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് കേരളത്തിൽ നിന്നൊരു മന്ത്രവാദി ഒന്ന് പൂജ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എഴുതി. കാരണം മന്ത്രിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള നമ്മൾ ഒരെണ്ണത്തിനെ തള്ളിക്കളയുമ്പോൾ ആ ഇരട്ടി ശക്തിയായിട്ട് തിരിച്ചു വരും എന്നുള്ളത് ഈ പറയണവരറിയണം. ഇപ്പം ഞാനൊരു ഉദാഹരണം, ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ രോഹിത്? ഇല്ല. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കി ഇങ്ങനെ പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഇത് റിയൽ ഇൻസിഡൻറ്റ്. ഒരു മൃദംഗം അടിക്കണം ശബ്ദം കേട്ടു. ആ വീട്ടിൽ മൃദംഗം കുറച്ച് കഴിഞ്ഞപ്പോൾ നൃത്തത്തിൻ്റെ ഒക്കെ. അപ്പോൾ ഞാൻ ഉണർന്നു. കാരണം ആ വീട് പോസിറ്റീവ് എനർജിയുള്ളൊരു വീടാണ്. കാരണം ലളിതാസനം വായിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്ധ്യയ്ക്ക് വിളക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വീടാണ്. യാദൃശ്യമായിട്ട് പോയപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിയതാണ്. കുറേ കഴിഞ്ഞപ്പോൾ പൂച്ച കരയുന്ന ശബ്ദം കേട്ടു. ഇവിടെ പൂച്ചയുണ്ട്, ഇവിടെ പൂച്ചയുണ്ട്.